Hi, I am Sally. Welcome to Nano Garden, Sally's World. ഇന്ന് ഞാനിവിടെ ഒരു സക്കുലൻ ഗാർഡനാണ് തയ്യാറാക്കുന്നത്. സക്കുലൻ ഗാർഡൻ തയ്യാറാക്കുമ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല സക്കുലൻ മിക്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നല്ല ഡ്രെയിനേജ് ഹോളുള്ള ചട്ടി ഉപയോഗിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സക്കുലൻ ഗാർഡൻ സ്ഥിരമായി നിന്നുകൊള്ളും. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ വാട്ടറിങ് പാടില്ല. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സക്കുലൻ ഗാർഡൻ മനോഹരമായിട്ടിരിക്കും. ഇതാണ് നമ്മുടെ സക്കുലൻ മിക്സ്. സക്കുലൻ മിക്സിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. മണ്ണ്, മണൽ, കരി, അതേപോലെ തന്നെ പെർലൈറ്റ്, അല്പം മണലുണ്ടെങ്കിൽ പെർലൈറ്റ് വേണമെന്നില്ല കേട്ടോ, രണ്ടും ചേർത്തത് കൊണ്ടും കുഴപ്പമില്ല. ഗാർഡൻ സോയിൽ വളരെ കുറച്ച്, അതുപോലെ തന്നെ ഒരു സ്വല്പം കൊക്കോപ്പിറ്റും ചേർക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ, നല്ല ലൂസായിട്ടുള്ള മണ്ണല്ലേ, ഇതുപോലെ ഇരിക്കണം സക്കുലൻ മിക്സ്. ഇത് കണ്ടോ, ചട്ടി ഡ്രെയിനേജ് ഹോളുണ്ട്. നമ്മൾ താഴെ കുറച്ച് പൊട്ടിയ ചട്ടിയുടെ കഷ്ണങ്ങളും അല്പം കരിക്കഷ്ണങ്ങളും ഒക്കെ ഇട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പൊടിഞ്ഞ കരി ചേർത്തിട്ടുണ്ട്. അതായത് വാസനയോ അല്ലെങ്കിൽ ചീച്ചിലൊക്കെ അധികം തടയാൻ ഈ കരി സഹായിക്കും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ സക്കുലൻ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ പീസായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു സ്നേക്ക് പ്ലാന്റിനെയാണ്. സ്നേക്ക് പ്ലാന്റ് ഒരു സക്കുലൻ്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ ഈ മുൻഭാഗത്തായിട്ട് ഈ ഒരു സക്കുലിനെ കൊടുക്കുന്നു. ഇവിടെ ഒരു സീബ്ര കാക്ടസിനെയാണ് കൊടുക്കുന്നത്. ഇതൊരു അലോവേറ വെറൈറ്റിയാണ്. ഇതിനൊക്കെ കുഞ്ഞുങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇച്ചിരി പൊങ്ങി നിന്നോട്ടെ. സെൻറ്റർ പീസ് കുറച്ചും കൂടെ പൊന്തി നിൽക്കും. ഇത് ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഇതുണ്ട്, ഇപ്പോഴും ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ പൂക്കൾ കഴിഞ്ഞാണ്.
ചുമന്ന പൂക്കളുണ്ടാവും. കുറച്ച് മണ്ണെല്ലാം പറ്റിയിട്ടുണ്ട്, നമുക്ക് ബ്രഷ് ചെയ്ത് കളയാം. ഈ സക്കുലൻറ്റിനെ കൈകാര്യം ചെയ്യുമ്പം പേടിയുണ്ടെങ്കിൽ ഇതുപോലെ വാങ്ങാൻ കിട്ടും, ഇതുപയോഗിച്ചാൽ മതി. ഇത് വലിയൊരു ഗ്രൂപ്പാണ്, വേണമെങ്കിൽ നമുക്ക് ഹാഫ് ഉപയോഗിച്ചാലും മതി. നമുക്ക് ഈ ഒരു വെറൈറ്റിയെ ഒന്ന് കൊടുക്കാം. ഇനി വള്ളി പോലെ ഞാന്ന് കിടക്കുന്ന വെറൈറ്റിയെ അവിടെ ഇവിടെയായി കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഇതിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ. എവിടെയെങ്കിലും ഒന്ന് ഒരു സ്വല്പം ഒന്ന് തൊട്ടാൽ മതി കേട്ടോ അവർക്ക്. വേണ്ടല്ലേ? അതുപോലെ ഈ ഭാഗത്തും ഒന്ന് കൊടുക്കാം. ഒരു ഗ്രൂപ്പിനെ നമുക്ക് ബാക്കിലും കൊടുക്കാം. ഇനി അത് സ്വന്തമായിട്ട് വീണ്ടും ഒക്കെ വളർന്നോളും. ഇത് നോക്കിക്കേ, നമ്മൾ സെറ്റ് ചെയ്തത് എങ്ങനെയുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഈ പെബിൾസൊക്കെ വെച്ചിട്ട് ഒന്ന് ഭംഗി കൂട്ടാം. ഇപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്നില്ലേ, ഇവിടെ നമുക്കങ്ങോട്ട് ഒരു പെബിൾ വെച്ചു. അതേപോലെ ഇവിടെ ഒരു സ്പേസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്പേസിലും അതേപോലെ ഇനി ഇതിനൊക്കെ ഒരു സപ്പോർട്ട് പോലെ വേണമെങ്കിൽ നമുക്ക് നിങ്ങളുടെയൊക്കെ അടുത്ത് പുഴയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പറക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനത്തെ പെബിൾസൊക്കെ ഇത് ഞാൻ നല്ലോണം ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു
ഇനി ഈ വസ്തു നോക്കട്ടെ എങ്ങനെയുണ്ട്. അപ്പോൾ നോക്കിക്കേ, നല്ല മഞ്ഞ സൻസിബേരയുടെ ഡാർക്ക് വെറൈറ്റി, അതേപോലെ തന്നെ സക്കുലൻ്റ് വെറൈറ്റികൾ, പിന്നെ കാക്ടസ് സക്കുലൻ്റ് വിഭാഗത്തിൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് എല്ലാം ചേർന്ന ഈ അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.